Artificial intelligence works faster than human intelligence, and it is a capacity to store a lot of data. Memory capacity is higher than human intelligence. Then this next point. What about multitasking? Artificial intelligence can only take one job in one time. Okay, at a time, one job matre AI-enabled machines in the but humans are capable of doing many jobs at a time. Multitasking capability in the human beings. Then what? What about accuracy and committing errors? What about accuracy? Accurate ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ആരായിരിക്കും? AI enabled machines ആണോ human beings ആണോ? Yes, AI artificial intelligence enabled ചെയ്ത machines ആയിരിക്കും കൂടുതൽ accurate ആയിട്ട് വർക്ക് ചെയ്യുന്നത്. Okay. Okay. അതുപോലെ തിങ്കിങ് എബിലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലോ? Human beings. Human beings can think and take decision. പക്ഷേ artificial intelligence-ൽ എങ്ങനെയാണ്? ഹ്യൂമൻ ബീങ്സിനെ പോലെ ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ AI enabled മെഷീൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പറ്റില്ല അല്ലേ? നമുക്ക് നമ്മുടെ നോളജ് എന്ന് പറഞ്ഞല്ലെങ്കിൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ, എക്സ്പീരിയൻസ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലേ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ. പക്ഷെ നമ്മളെപ്പോലെ ഓരോരോ കാര്യങ്ങൾ അറിഞ്ഞറിഞ്ഞ് വളർന്നതാണോ AI enabled മെഷീൻസ്? അല്ല. അപ്പോ നമ്മളുടെ പോലെ ഒരു ഡിസിഷൻ ടേക്കിംഗ് കപ്പാസിറ്റി ആർക്കില്ല? AI enabled മെഷീൻസിനില്ല. അതിന് പകരം അവരെന്താ ചെയ്യുന്നത്? കുറേ ഡാറ്റ അവർക്ക് ഉള്ളിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ വെച്ചിട്ട് അതിനെല്ലാം കമ്പയർ ചെയ്തിട്ടാണ് അവരൊരു ഡിസിഷൻ എടുക്കുന്നത്. കുറെ മോഡൽസിനെ അനലൈസ് ചെയ്തിട്ടായിരിക്കും അവരൊരു ഡിസിഷൻ എടുക്കുന്നത്. നമ്മളെ പോലെ ആയിരിക്കത്തില്ല. ഓക്കെ, ചിലപ്പോൾ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനും ഉണ്ടാവാം. ഡിസിഷൻ എടുത്ത് തിങ്ക് ചെയ്ത് ഡിസിഷൻ എടുത്ത് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഏത് സിറ്റുവേഷനിലും എങ്ങനെയെങ്കിലും ചിന്തിച്ച് എന്തെങ്കിലും ചെയ്ത് നമ്മൾ രക്ഷപ്പെടാൻ നോക്കും അല്ലേ? അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും അല്ലേ? നമ്മുടെ പോലെ ഒരു കപ്പാസിറ്റി, തിങ്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി AIക്ക് കുറവാണ് അല്ലേ? ഓക്കെ, അത് നിങ്ങൾ അതൊന്നുകൂടെ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കണം. ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ പറയുന്ന രീതിയിൽ അത് മനസ്സിലാക്കി വെക്കണം. സെയിം പോയിന്റ്സ് ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളുടേതായ സെന്റൻസിൽ പഠിച്ചാലും മതി. ആ ഐഡിയ കിട്ടണം. ഓക്കെ.
So what is the next topic? Types of artificial intelligence. Types of artificial intelligence. Let me take the textbook. Okay. There are basically 3 types of artificial intelligence. What are they? Based on capabilities and learning stages, artificial intelligence is broadly classified into 3 types. There are 3 types of artificial intelligence: artificial narrow intelligence, artificial general intelligence, artificial super intelligence. Artificial narrow intelligence, artificial general intelligence, artificial super intelligence. ANI, AGI, ASI. These are 3 types of artificial intelligence. Okay, there is a figure comparing these 3 artificial intelligence. Just read it now. ഒന്ന് നോക്കി. ഇപ്പൊ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. But after understanding about these things, ഒന്നുകൂടെ നമുക്കത് വായിച്ചു നോക്കാം. Artificial narrow intelligence type machine learning dedicated to perform one task cannot learn new task. Artificial general intelligence, machine intelligence, refers to a computer that has human-like intelligence. Artificial super intelligence, type 3, machine consciousness and intellect that is more intelligent than human. Read it? Okay. The first type. What is it? What did you understand? അത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഒരു പോയിന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും തലയിൽ കത്തി കാണും. What's the word meaning of narrow? Narrow. Narrowന്റെ മീനിങ് എന്താ? ഇടുങ്ങിയ നാരോ റോഡ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഇടുങ്ങിയത് എന്നല്ലേ, ചില അധികം ബ്രോഡ് അല്ലാത്തത്. അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ചില കുറച്ച് ലിമിറ്റഡ് ആണെന്നാണ് എൻ്റെ അർത്ഥം, അല്ലേ? ഓക്കെ, ലെറ്റ്സ് സീ അബൌട്ട് ദാറ്റ്. Artificial narrow intelligence. Okay, it is also called weak AI or narrow AI. Okay, weak AI എന്നോ narrow AI എന്ന് പറയാറുണ്ട് narrow intelligence-നെ, അല്ലേ? It is എന്താ പറയാ, designed to perform simple tasks such as scrolling of web page or playing chess. Simple ടാസ്കുകൾ ഉണ്ടാവില്ലേ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തത്, എന്നാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, വീണ്ടും നമ്മൾ പറഞ്ഞ മുൻഡെയിൻ ടാസ്ക് പോലെ റിപ്പീറ്റീവ് ആയിട്ട് ചെയ്യുന്ന ടാസ്കുകൾ, അതുപോലത്തെ ടാസ്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ് ഓർ വീക്ക് ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത്, വീക്ക് AI ഉപയോഗിക്കുന്നത്, അല്ലേ? AI has narrow range of abilities and can successfully perform specific task that is programmed to do. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അതിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. ആ ടാസ്ക് അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ ചെയ്യും, അല്ലേ? ഒരുപാട് ടാസ്കുകൾക്ക് വേണ്ടി കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നുമല്ല, ചെറിയത് ലിമിറ്റഡ് ആയിട്ടുള്ള മീൻസ് സ്മോൾ സിമ്പിൾ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്ത് വെച്ചതാണ് ANI, artificial narrow intelligence. However, these machines are intelligent, but they are now nowhere close to matching human intelligence. Human intelligence എന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി മെഷീൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യിക്കാൻ, നമ്മൾക്ക് ബോർ അടിക്കുന്ന ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്ത് വെച്ച പോലെ ഒരു ഇന്റലിജൻസ് ആണിത്. നമ്മളെ റീപ്ലേസ് ചെയ്യാനല്ല, നമ്മുടെ ഒരു ഇന്റലിജൻസിന്റെ അടുത്തേക്ക് അങ്ങനെ അധികം കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെഷീൻ ആയിരിക്കില്ല അത്, അല്ലേ?
അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. അപ്പോ ചില കണ്ടീഷൻസിനെ ഒക്കെ വെച്ചിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്ന ഉണ്ടാവുക. ഓപ്പറേഷൻ നടക്കുന്നത്, അത് ഓപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് ചില കണ്ടീഷൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതിന് എന്താ പറയാ, ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. എല്ലാ കാര്യത്തിലും എന്താ പറയാ, അത്ര മോർ ഇന്റലിജന്റ് അല്ല, ഹ്യൂമൻ ബീങ്സിനേക്കാൾ ഒരു ഇന്റലിജൻസ് അത് കാണിക്കില്ല. സിമ്പിൾ ടാസ്ക് തന്നെ പെർഫോം ചെയ്യുന്നതാണ്. ഇത് നാരോ ഇന്റലിജന്റ് ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ. Digital voice assistants like Siri, Alexa, and Cortana are good examples of weak AI. Weak AI ക്ക് കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. Siri, Alexa, Cortana. Siri, Alexa ഒക്കെ നിങ്ങൾക്ക് already you know about them, right? Okay. അതെല്ലാം എന്താ പറയുന്നത്, AI-ക്ക് good examples ആണ്. Okay. These systems can recognize the voice and act upon it. You have seen that. I have seen this in the ads. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല Alexa, but we can give command. We will wave our hands. We will give commands. Alexa play music എന്ന് പറയുമ്പോൾ മ്യൂസിക് പ്ലേ ചെയ്യുന്ന ആഡ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ ടിവിയിൽ കണ്ടിട്ടുണ്ടാവില്ലേ? ഞാനും കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വോയിസ് അസിസ്റ്റൻസിന് അനുസരിച്ച് അവര് ഓരോ ടാസ്ക് ചെയ്യും. Okay. However, it appears that they are interacting like humans, but they do not truly comprehend the meaning of the command. Okay. നമ്മൾ പറയുന്ന അനുസരിച്ച് അവർ ചെയ്യുന്നുണ്ട് അല്ലേ? ബട്ട് നമ്മൾ എന്താണെന്ന് നമ്മൾ പറയുന്നത് മനസ്സിലാക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറയുന്നത്, ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് പതിക്കുന്നുണ്ട് അല്ലെ? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഓരോ വേർഡും മീനിങ്ങും അല്ലെങ്കിൽ ഓരോ സെന്റൻസിന്റെ മീനിങ്ങും. പക്ഷെ അവർക്കതൊരു കമാൻഡ് മാത്രമാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, ഞാൻ പറഞ്ഞത് ഇന്ന കാര്യമാണ്. ഇപ്പൊ നിങ്ങളോട് എഴുതാൻ പറഞ്ഞാല് നിങ്ങൾ എഴുതാൻ പറയാന്ന് നിങ്ങളത് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ഉള്ളിൽ നിന്ന് പ്രോസസ് ചെയ്തിട്ടല്ലേ, ബ്രെയിൻ അതിനെ പ്രോസസ് ചെയ്തിട്ടില്ലേ നിങ്ങൾ എഴുതാൻ തുടങ്ങാം. പക്ഷേ മെഷീൻസിന്റെ കേസിൽ അതല്ല, ഒരു ജസ്റ്റ് ഒരു കമാൻഡ് ആണ്, അതൊരു ഇൻപുട്ട് പോലെയാണ്. നമ്മളിപ്പോ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ടി വി ഒക്കെ ഓൺ ആവുന്ന പോലെ നമ്മളൊരു കമാൻഡ് കൊടുക്കുമ്പോൾ അതനുസരിച്ച് വർക്ക് ചെയ്യും. അത് ഇന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഒരു കപ്പാസിറ്റി ഇല്ല മെഷീൻസിന്. പക്ഷെ ആ ഒരു ഇൻപുട്ട് വന്നാൽ ഇന്നത് ചെയ്യണമെന്ന് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് മെഷീൻസ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ഓരോ കാര്യങ്ങളുടെ മീനിങ് മനസ്സിലാക്കി പഠിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ മെഷീൻസിന് അത് കേൾക്കുമ്പം ഇത് ചെയ്യാന്ന് മാത്രമേ അറിയുള്ളൂ. അണ്ടർസ്റ്റാൻഡ്? ആ ഒരു ഇൻപുട്ട് വരുമ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കാം. അങ്ങനെ ഒരു കമാൻഡ് മാത്രം, ഒരു ഇൻപുട്ട് എന്നുള്ള രീതിയിലാണ് അത്. നിങ്ങൾക്ക് ഇത് നോളജ് എന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞ് കേൾക്കുവാണെങ്കിൽ നിങ്ങൾ അതേക്കുറിച്ച് മനസ്സിലാക്കും, നിങ്ങൾ ഇത് ഓർത്തു വെക്കും, ഇത് ഇന്നതുകൊണ്ടാണ് എന്ന രീതിയിൽ നിങ്ങൾ അതിനെക്കുറിച്ചൊരു ഡീപ്പ് നോളജ് ഉണ്ടാക്കും അല്ലേ? ഒരു നോളജ് ഉണ്ടാവും. പക്ഷേ മെഷീൻസിന് അങ്ങനെയല്ല. ഒരു കാര്യം അറിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ അത് ഇതുകൊണ്ടാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി they don't have. They take it as an input only and act according to that command. Clear? കമാൻഡിന്റെ മീനിങ് ഒന്നും അവർക്കറിയില്ല. ചിലപ്പം പ്രോഗ്രാമർ അതിനെ വേറൊരു രീതിയിലേക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ അതിനനുസരിച്ചായിരിക്കും ആക്ട് ചെയ്യുക. പ്ലേ മ്യൂസിക് എന്ന് പറയുന്നതിന് പകരം വേറെന്തെങ്കിലും കമാൻഡിനുള്ള രീതിയിലാണ് അതിനെ പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ ആ ഒരു കമാൻഡ് കിട്ടിയാൽ മാത്രമേ അത് ആക്ട് ചെയ്യുള്ളൂ അല്ലേ? Okay. Next, they just look for keywords in the commands and match them with the words in their database of responses and find appropriate response. എന്താ അവർ ചെയ്യാ? നമ്മളൊരു സെന്റൻസ് പറഞ്ഞാലും അവർ അതിൽ നിന്നൊരു പെർട്ടിക്കുലർ കീവേഡ് മാത്രമേ എടുക്കുള്ളൂ. നമ്മളൊരു വലിയ സെന്റൻസിൽ അവരോട് സംസാരിച്ചാലും ഇറ്റ് വിൽ ടേക്ക് ഓൺലി 1 word or 2 words, കീവേഡ്സ് മാത്രം. അതിലൊരു പ്രത്യേക കീ ഉണ്ട്. അത് അതിന്റെ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവില്ലേ? ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ വിൽ ബി ദെയർ ഇൻ മെമ്മറി. അതുമായിട്ട് മാച്ച് ചെയ്യും. എന്താ അവർ പറഞ്ഞത്? അപ്പൊ ഇത് എന്റെ ഡാറ്റാബേസിൽ ഉണ്ടോ എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷം
എന്താ മാച്ചിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണോ ആക്ഷൻ അവിടെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ആക്ഷൻ പെർഫോം ചെയ്യും. ആ കീവേഡ് ഇല്ല എങ്കിൽ അവരൊരിക്കലും അതിനനുസരിച്ച് പെർഫോം ചെയ്യില്ല. ആ കീവേഡിന് ഒരു മാച്ച്. ഇപ്പൊ നമ്മൾ ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മൾ കുറെ സെന്റൻസ് അടിച്ചു വിട്ടാലും നമുക്ക് എങ്ങനെ ഒരു സിംഗിൾ വേർഡ് അടിച്ചു കൊടുത്താലും ഒരു ഫുൾ സെന്റൻസ് അടിച്ചു കൊടുത്താലും നമുക്ക് ഡാറ്റ കിട്ടുന്നുണ്ട് ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ അല്ലേ. അപ്പൊ അതിൽ ആക്ച്വലി നമ്മൾ വിചാരിക്കും നമ്മൾ ഇപ്പൊ ആ കംപ്ലീറ്റ് സെന്റൻസ് മനസ്സിലാക്കിയതുപോലെ തന്നെ കമ്പ്യൂട്ടർ മനസ്സിലാക്കിയിട്ടാണ് ആൻസർ തരുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ദർ ആർ സോ മെനി കീ വേർഡ്സ്. അതിൽ കുറെ ഓരോരോ വേർഡ്സ് ഓരോ കീ വേർഡ് ആണ്. ഇപ്പൊ നിങ്ങൾ ആപ്പിൾ എന്നടിച്ചു നോക്കിയാൽ ആപ്പിളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഡാറ്റാബേസിൽ ഉണ്ടാവും. ആ ഡാറ്റാബേസിൽ ആപ്പിൾ എന്ന കീവേഡ് മാച്ച് ചെയ്യുന്ന സകല ഡാറ്റയും അത് റിട്രീവ് ചെയ്ത് തരും. ഇപ്പൊ ആപ്പിൾ എന്ന് ചോദിച്ചാൽ ഫ്രൂട്ടിന്റെ ഡീറ്റെയിൽസ് കിട്ടും, ആപ്പിൾ ഫോണിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ വി ഗെറ്റ് ഫ്രം ഗൂഗിൾ, റൈറ്റ്? യൂസിങ് ദ സിംഗിൾ കീവേഡ്. ആപ്പിൾ എന്നുള്ള ഒരു കീവേഡ് നമ്മൾ അടിച്ചു കൊടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്രൂട്ട് ആയിരിക്കാം മേ ബി. പക്ഷെ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ വി ഗെറ്റ്, റൈറ്റ്? ഇറ്റ് മേ ബി റിലേറ്റഡ് ടു ദ ഫ്രൂട്ട്, ഇറ്റ് മേ ബി റിലേറ്റഡ് ടു ആപ്പിൾ ഫോൺ. പിന്നെ ആപ്പിൾ വെച്ചിട്ട് എന്തെങ്കിലും കമ്പനിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ ആയിരിക്കും നമുക്ക് ഇൻഫർമേഷൻ കിട്ടുക. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസിൽ വി ഗീവ് കമാൻഡ്സ് ടു ദ മെഷീൻ, റൈറ്റ്? We give commands to the machine, but they don't understand what we are saying. Actually, they don't understand what we are saying. അവർക്കത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. Instead of that, they will find some keywords from that sentence. എന്തെങ്കിലുമൊക്കെ keywords അവർ ഫൈൻഡ് ചെയ്യും. They will search for that keyword in their database. അവരുടെ ഡാറ്റാബേസിൽ അവരുടെ മെമ്മറിയിൽ നമ്മുടെ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ഓൾറെഡി കുറെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിൽ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്യുമ്പോൾ പ്ലേ മ്യൂസിക് എന്ന്, അലക്സ പ്ലീസ് പ്ലേ മ്യൂസിക് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ, അതിൽ പ്ലേ മ്യൂസിക് ആയിരിക്കും അവർക്കുള്ള കീവേഡ് എന്ന് പറയാം. പ്ലേ മ്യൂസിക് എന്ന കീവേഡ്. അപ്പൊ അലക്സ പ്ലീസ് എന്നുള്ളത് ഫോർ ദം, അത് ചിലപ്പോൾ അവരുടെ ഡാറ്റാബേസിൽ ആ ഒരു ഇൻഫർമേഷൻ ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മുടെ ആ ഒരു സെന്റൻസിൽ നിന്ന് പ്ലേ മ്യൂസിക് എന്ന സിംഗിൾ കീവേഡ്, ഞാനൊരു എക്സാമ്പിൾ പറയാണ്, അതെടുക്കും. എന്നിട്ട് ദേ വിൽ സെർച്ച് ഓൺ ദ ഡാറ്റാബേസ്. Is there play music? Play music എന്നുള്ളത് കീവേഡ് ഉണ്ടോ? അപ്പോൾ അവരുടെ ഡാറ്റാബേസിൽ ഉണ്ടാവാം അങ്ങനെ ഒരു കീവേഡ്. അപ്പൊ അത് മാച്ച് ആയി അല്ലേ? മാച്ച് ആവുമ്പോൾ വാട്ട് വിൽ ദേ ഡു? മാച്ചിങ് ഡാറ്റ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ആക്ഷൻ അതിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പ്ലേ മ്യൂസിക് എന്ന് പറയുമ്പോൾ മ്യൂസിക് പ്ലേ ചെയ്യാനാണെന്നുള്ളതായിരിക്കും പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ആ ഒരു കീവേഡിൽ നിന്ന് ദേ അണ്ടർസ്റ്റാൻഡ് വാട്ട് ടു ഡു ആൻഡ് ദേ വിൽ പെർഫോം ദ ടാസ്ക്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഇസ് ദാറ്റ് ക്ലിയർ? Yes. Google search, email spam filters, self-driving cars, IBM Watson, disease mapping, and prediction tools are some more examples for weak AI. ഏതൊക്കെയാണ്? ഗൂഗിൾ സെർച്ച്, അത് ഇതുപോലെ കീവേഡ് വെച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നതാ. ഞാൻ നിങ്ങൾക്ക് അത് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. ലെറ്റ് മീ ചെക്ക്. എന്തെങ്കിലും ഒരു കീവേഡ് പറഞ്ഞേ. Let me check. Happy. ഹാപ്പി എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഹാപ്പി എന്ന് പറഞ്ഞൊരു ഒഫീഷ്യൽ വീഡിയോ, ആരുടെയോ സോങ് ആണ്. അതേപോലെ ഹാപ്പിയുടെ വേറെ എന്താ വന്നിരിക്കുന്നത്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹാപ്പി? ഹാപ്പിനെസ്സിനെ കുറിച്ചിട്ടുള്ള ഡെഫിനേഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഹാപ്പി ഒരു സോങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. Then what is the definition of the word happy at dictionary?
Then we get the images of happy, the meaning of happy, how to be happy. അങ്ങനെ ഓരോരോ വെബ്സൈറ്റിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? ഡിഫറെന്റ് ഡേറ്റ. നമ്മൾ ഉപയോഗിച്ച കീവേഡ് എന്തായിരുന്നു? ഹാപ്പി. അപ്പൊ ഇവിടെ സെർച്ച് എഞ്ചിൻ എന്താ ചെയ്യുന്നത് അറിയോ? ഈ സെർച്ച് എഞ്ചിനിൽ ഒരുപാട്, അതിന്റെ ഡാറ്റാബേസിൽ ഒരുപാട് ഡാറ്റ ഉണ്ട്. ഈ ഹാപ്പി എന്നുള്ള കീവേഡ് ഉള്ള സകല ഈ കീവേഡ് അതിന്റെ ഡാറ്റാബേസിൽ മാച്ച് ചെയ്ത് നോക്കും. അപ്പൊ കുറെ സൈറ്റിൽ ഹാപ്പിയായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അത് കണ്ടുപിടിക്കും. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ഹാപ്പി എന്താന്ന് സെർച്ച് എഞ്ചിൻ അറിയില്ല. അപ്പൊ ആ കീവേഡ് മാച്ച് ചെയ്യുന്ന സകല കാര്യങ്ങൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അതാണിത്. അപ്പൊ ഇതിൽ നമ്മൾ ഏതാണോ ഉദ്ദേശിച്ചത് നമ്മൾ ചൂസ് ചെയ്യും. നമ്മൾ ഹാപ്പി സോങ് ഉദ്ദേശിച്ചിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഹാപ്പി എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പൊ നമുക്ക് ഹാപ്പിയുടെ ഇമേജസ്, ഹാപ്പിയുടെ മീനിങ്, ഹാപ്പിയുടെ ഡെഫിനിഷൻ, ഹൗ ടു ബി ഹാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡിഫറെന്റ് ഡാറ്റ കിട്ടി അല്ലേ? ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ ആക്ച്വലി കമ്പ്യൂട്ടർ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് വി മെന്റ് അല്ലേ? നമ്മൾ എന്താ ഉദ്ദേശിച്ചത് കമ്പ്യൂട്ടറിന് മനസ്സിലായിട്ടല്ല, അതെന്ത് ചെയ്തു? ആ കീവേഡ് മാച്ച് ചെയ്യുന്ന സകല ഡാറ്റയും നമുക്ക് തന്നു. ആപ്പിൾ ഫസ്റ്റ് തന്നെ ആപ്പിൾ ഐഫോണിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ആപ്പിൾ ഫ്രൂട്ട് ആണ് അല്ലേ? കമ്പ്യൂട്ടറിന് അത് മനസ്സിലായില്ല ആപ്പിൾ ഫ്രൂട്ട് ആണെന്ന്. അപ്പോൾ ആപ്പിളിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത് ഔട്ട്പുട്ടിൽ തന്നത്. ഇമേജസ് ഫോർ ആപ്പിൾ തന്നു, ആപ്പിളിന്റെ യൂട്യൂബ്, അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് തന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ആപ്പിൾ എന്തായിരുന്നു? ഫ്രൂട്ട് ആയിരുന്നു അല്ലേ? അപ്പോൾ ഒരു കീവേഡ് വെച്ചിട്ടാണ് എന്ത് ഈ ഒരു സെർച്ച് എഞ്ചിൻസ് ആയാലും നമുക്കൊരു ഡാറ്റ തരുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ കൊടുത്ത അതേ മീനിങ്ങിൽ കമ്പ്യൂട്ടർ മനസ്സിലാക്കിയിട്ടാണെന്നല്ലേ? പക്ഷെ അങ്ങനെയല്ല. ആ ഒരു കീവേഡുമായിട്ടുള്ള ബന്ധമുള്ളൂ. ഇപ്പൊ നമ്മൾ ഫുൾ സെന്റൻസ് കൊടുക്കാതെ ഒരു കീവേഡ് കൊടുത്താൽ മതി. ഇറ്റ് വിൽ ഗിവ് us ദി ഔട്ട്പുട്ട്. അതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്തെടുക്കും നമുക്ക് വേണ്ട ഔട്ട്പുട്ട് അല്ലേ? ഓക്കെ. Most of the applications of AI that you see today are examples of fake AI. നമ്മൾ ഇന്ന് കാണുന്ന കൂടുതലും വീക്ക് AI ഉപയോഗിച്ചിട്ടുള്ളതാണ് അല്ലേ? നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഓക്കെ എന്താ പറയാ, വീക്ക് AI വെച്ചിട്ടാണ് ഇപ്പൊ കൂടുതൽ ഉള്ള ആപ്ലിക്കേഷൻസ് എല്ലാം. നമ്മളെക്കാളും വലിയൊരു ഇന്റലിജന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാത്തതൊക്കെ എന്താ? വീക്ക് AI ആണ് അല്ലേ? ഇത് മനസ്സിലായോ? Is that clear? Okay. The second kind was artificial general intelligence. Artificial general intelligence. Okay. The first one was weak AI, but this one is strong AI. It's somewhat stronger than ANI. Okay, narrow intelligence nekalum stronger ആണ് artificial general intelligence. അതിനെ deep AI എന്നും കൂടെ പറയാറുണ്ട് അല്ലേ? It is also known as deep AI. Artificial general intelligence, also referred to as strong AI or deep AI. Okay, they can act, think, and understand in the way that is indistinguishable from human beings. Okay, they can nammale pole thanne they can think, understand, and act. Okay, ഇറ്റ്സ് നമ്മളെ പോലെ ഏകദേശമായി കുറച്ചുകൂടെ ബുദ്ധി വന്ന രീതിയിലായി അല്ലേ? ബട്ട് ദേ ആർ നോട്ട് ലൈക്ക് ഹ്യൂമൻ ബീങ്സിനെ പോലെയല്ല. ബട്ട് ഹ്യൂമൻ ബീങ്സിന്റെ കുറച്ച് എബിലിറ്റീസ് കുറച്ചുകൂടെ നല്ല രീതിയിൽ എക്സിബിറ്റ് ചെയ്യുന്ന രീതിയിൽ അവരെ ഡിസൈൻ ചെയ്തു ഇൻ ജനറൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. അതുകൊണ്ടാണ് അതിനെ സ്ട്രോങ് AI അല്ലെങ്കിൽ ഡീപ്പ് AI എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഡീപ്പ് ആവാൻ തുടങ്ങി അല്ലേ? കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് അതിനെ ഡിസൈൻ ചെയ്തെടുത്തു. ഓക്കെ, ഓക്കെ. അവർക്ക് എന്തിനുള്ള കപ്പാസിറ്റി ഇവിടെ ഉണ്ട്? ഒരു കാര്യങ്ങൾ പഠിക്കാൻ. They have the capability to learn, adapt, and improve itself to perform a number of tasks. നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അവരെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? മെഷീൻസിനെ നമ്മൾക്കിപ്പം നമ്മളൊരു കാര്യം
നമുക്ക് നമ്മുടെ പാരന്റ്സ്, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ മുതിർന്നവര് പറഞ്ഞു തന്ന് പഠിപ്പിക്കാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ട് പഠിക്കാറുണ്ട്. അത് അപ്പൊ ആ ഒരു രീതിയിൽ മെഷീൻസിന് കപ്പാസിറ്റി ഇല്ല. പക്ഷെ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസിൽ ആ ഒരു രീതിയിലേക്ക് മെഷീൻസിനെ മാറ്റാനുള്ള ഒരു ശ്രമമാണ്. ആ ഒരു ടൈപ്പ് ഓഫ് ഇന്റലിജൻസിൽ എങ്ങനെയാ? It has the capability to learn, adapt and improve itself to perform a number of tasks. ഇതൊക്കെ നമ്മുടെ ഒരു കപ്പാസിറ്റി ആണ് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് പഠിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിനോട് അഡാപ്റ്റ് ചെയ്ത് പോകണം, പിന്നെ ആ ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്ന രീതിയിൽ നമ്മളെ ഇംപ്രൂവ് ചെയ്യണം അല്ലേ? These kind of machines are capable of doing those kind of things. Okay, they can apply their intelligence to solve any problem. അവരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഏത് പ്രോബ്ലം വേണമെങ്കിലും സോൾവ് ചെയ്യാം, നമ്മളെ പോലെ അല്ലേ? നമ്മൾ വിചാരിക്കും നമ്മൾ അത്ര ഇന്റലിജന്റ് അല്ല, പക്ഷെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ചെയ്യും അല്ലേ? Okay, however, strong AI does not exist and AI researchers and scientists are yet to achieve strong AI. ഇത് ഇതുവരെ വന്നിട്ടില്ല. It does not exist. നമ്മളെപ്പോലെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ഉണ്ടോ? ഇല്ല അല്ലെ? നമ്മളെപ്പോലെ എന്ന് വെച്ചാൽ ഹ്യൂമൻ ബീങ്സിനെ പോലെ തന്നെ they will be machine, but അവരുടെ തിങ്കിങ് എബിലിറ്റി, ഇന്റലിജൻസ്, എവറിത്തിങ് will be like humans. എന്ന് പറഞ്ഞാൽ നമ്മുടെ രൂപമില്ലാന്നേ ഉള്ളൂ, ബാക്കി നമ്മുടെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. നമ്മളെ പോലെ ഫ്ലഷും ബ്ലഡും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാന്നേ ഉള്ളൂ, പക്ഷെ ബാക്കി നമ്മളെ പോലത്തെ കാര്യങ്ങളെല്ലാം ആ മെഷീൻസ് ഉണ്ടാവും. പക്ഷെ അതുപോലെ ഒരു മെഷീൻ നമുക്ക് ഉണ്ടാക്കി എടുത്തിട്ടില്ല. പക്ഷെ ഹ്യൂമൻ ബീങ്സ് ആർ ട്രൈങ് ടു മേക്ക് ദാറ്റ് കൈൻഡ് ഓഫ് എ മെഷീൻ. നമ്മളെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ ഒരു മെഷീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഹ്യൂമൻ ബീങ്സ് ശ്രമിക്കുന്നത്. നമുക്കൊരു നോൺ ലിവിങ് തിങ്ങിലേക്ക് ഒരു ലൈഫ് മീൻസ് ലൈഫ് കൊടുത്ത് നമ്മളെ പോലെ ആക്കാൻ പറഞ്ഞ കുറെ പ്രയാസമുള്ള കാര്യമാണ് അല്ലേ? ഇപ്പം എന്താ പറയാ, ഈ പെൻ, ഇറ്റ്സ് എ മെഷീൻ റൈറ്റ്? ഈ ഒരു പെന്നിനെ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഒബ്ജക്റ്റ്, ഇറ്റ്സ് എ നോൺ ലിവിങ് തിങ് റൈറ്റ്? ഇതിനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒന്നും കഴിവില്ല അല്ലേ? പക്ഷെ ഇതിനെ ഹ്യൂമൻ ബീങ്സ് എന്താ ചെയ്യുന്നത്? അവരുടെ ഇന്റലിജൻസ് വെച്ചിട്ട് തിങ്ക് ചെയ്യാനും ലേൺ ചെയ്യാനും തിങ്ക് ചെയ്യാനും സിറ്റുവേഷൻ അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനും ഡിസിഷൻ എടുക്കാനും പ്രവർത്തിക്കാനുള്ള കപ്പാസിറ്റിക്ക് ഈ ഒരു ഒബ്ജക്റ്റ് അല്ല, ഇതുപോലെ നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു തിങ്ങിലേക്ക് നമ്മൾ എന്ത് പറയാം, ഇമ്പോസ് ചെയ്ത് കൊടുക്കുകയാണ്. മീൻസ് അതുപോലെ ആക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ. കുറച്ച് അധികം കഷ്ടപ്പാടുള്ള കാര്യമാണ്. കാരണം വി ഹാവ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് റൈറ്റ്? നമുക്കിപ്പോ മുറിവ് പറ്റിയാൽ നമുക്ക് വേദന എടുക്കും, നമ്മൾ കരയും, നമ്മൾ ചിരിക്കും, നമുക്ക് പാരന്റ്സിനോട്, നമുക്ക് മറ്റുള്ളവരോടൊക്കെ സ്നേഹമൊക്കെ തോന്നും, ദേഷ്യം തോന്നും, അങ്ങനെ ഒരുപാട് ഫീലിങ്സ് ഇമോഷൻസും ഉണ്ട്. ബട്ട് മെഷീൻ ഇതിന് അങ്ങനത്തെ ഫീലിങ്സ്, ഇപ്പോ ഞാൻ ഇതിട്ട് തല്ലുവാണെങ്കിൽ ഇതിന് വേദന എടുക്കുകയോ ഇത് കരയോ ചെയ്യില്ലല്ലോ. ഓക്കെ, അതുപോലെ ഉള്ളൊരു മെഷീനെ ക്രിയേറ്റ് ചെയ്യാനാണ് എന്താണ് റിസർച്ചേഴ്സും സയന്റിസ്റ്റും ഒക്കെ നമുക്ക് ഇപ്പോൾ വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം AI 0 ആയിരുന്ന AI മീൻസ് എന്താ പറയാ, ഇപ്പം നമ്മളെ പോലെ വർക്ക് ചെയ്യുന്ന മെഷീൻസ് ഒക്കെ ഉണ്ടല്ലേ കുറെ. ഹോട്ടലിൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട്, പിന്നെ ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് റോബോട്ടിനൊക്കെ കണ്ണൂർ ഹോട്ടലിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടല്ലേ, ന്യൂസിൽ. ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വരുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യും, സീറ്റിൽ കൊണ്ടിരുത്തും, നമ്മുടെ ഓർഡർ എടുക്കും, എന്നിട്ട് പോയി ഫുഡ് എടുത്തിട്ട് വന്ന് സെർവ് ചെയ്യും. പക്ഷെ ആക്ച്വലി ദേ ആർ പ്രോഗ്രാം, അത് ഇങ്ങനെ ചെയ്യണമെന്ന് പ്രോഗ്രാം ചെയ്തതാണ്. പക്ഷെ നമ്മളൊരാൾ വന്നാൽ വീട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എണീക്കും. അവർ വരുമ്പോൾ അവരെ ചിരിച്ചുകൊണ്ട് വായിരിക്കും എന്നൊക്കെ പറയും, അവർക്ക് ചായ വേണമെങ്കിൽ ചായ എല്ലാം വെച്ച് കൊടുക്കും. പക്ഷെ ഇതൊക്കെ നമ്മൾ എന്താ പറയാ, നമ്മളോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് ചെയ്യുന്നതാണോ? നമ്മളെ പ്രോഗ്രാം ചെയ്ത് വെച്ചതാണോ? അല്ല, ഇതൊക്കെ നമ്മളായിട്ട് ചിന്തിച്ച് തീരുമാനിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ? പണ്ട് തൊട്ടേ അച്ഛനും അമ്മയ്ക്കും അല്ലെ വീട്ടിലെ ആൾക്കാരൊക്കെ ചെയ്ത് കണ്ട കാര്യങ്ങള്, ഇതൊക്കെ ചെയ്താൽ നല്ലതാണ്, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടില്ലേ നമ്മളതെല്ലാം ചെയ്യുന്നത്?
അല്ലാതെ പ്രോഗ്രാം ചെയ്ത് വെക്കുന്നല്ലോ നമുക്ക്. ആ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയാ നമ്മളെ പോലെ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള മെഷീൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസിൽ എന്താ എയിം, AGIയുടെ എയിം. പക്ഷെ അതിപ്പോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സ്ട്രോങ് AI അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസർച്ചസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ? For strong AI to succeed, the scientists need to find a way to make machines conscious. നമുക്ക് എന്താ നമ്മുടെ യുക്തിക്ക് അനുസരിച്ചാണല്ലേ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. അതുപോലെ യുക്തിക്ക് അനുസരിച്ച് ചെയ്യാനുള്ള മെഷീൻസ് ഇപ്പൊ ഇല്ല. അപ്പോ അത് സക്സസ്ഫുൾ ആവണമെങ്കിൽ AGI അല്ലെങ്കിൽ സ്ട്രോങ് AI ഒരു മെഷീൻ നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കണമെങ്കിൽ ആ മെഷീൻ ഒരു യുക്തിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ ആയിരിക്കണം. നമ്മളെ പോലെ യുക്തിക്ക് അനുസരിച്ച് ബിഹേവ് ചെയ്യുന്ന ഒരു മെഷീൻ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് യുക്തിയുള്ള മെഷീൻ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ടാസ്ക്. എന്നാൽ മാത്രമേ AGI അല്ലെങ്കിൽ സ്ട്രോങ് AI എന്നുള്ള ഒരു ടാസ്ക് സക്സസ്ഫുൾ ഒരു AI എന്നുള്ളൊരു ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സക്സസ്ഫുൾ ആവുള്ളൂ. ആ ഒരു റിസർച്ചിൽ അവർ സക്സീഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? യുക്തിക്ക് അനുസരിച്ച് പറഞ്ഞത് മനസ്സിലായോ? നമുക്ക് നമ്മുടെ എന്താ പറയാ ഒരു ബുദ്ധിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. മെഷീൻസിന് അങ്ങനെ ഒരു കപ്പാസിറ്റി ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധി അവർക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. എന്നാൽ മാത്രമേ അവർക്ക് ലേൺ ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും തിങ്ക് ചെയ്യാനും ഡിസിഷൻ ആക്യുറേറ്റ് എടുക്കാനും ഒക്കെ കപ്പാസിറ്റി ഉണ്ടാവും. ഓക്കെ, then what? Okay, I told you before നമ്മൾ എങ്ങനെയാണ് നമുക്ക് മുതിർന്നവർ പറഞ്ഞ നോളജ് ഉണ്ട്, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പഠിച്ച നോളജ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കിയുള്ള നോളജ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു രീതിയിലാണ് നമുക്കുള്ളിലുള്ള നോളജ് എല്ലാം അല്ലേ. ഓക്കെ, അപ്പോ ഈ മെഷീൻസിന് നമ്മളെ പോലെ ബിഹേവ് ചെയ്യണമെങ്കിൽ അവർക്കും ഈ ഒരു കപ്പാസിറ്റി ഒക്കെ വേണ്ടേ? അവർക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടും എന്താ പറയാ കേട്ടും കണ്ടും അറിഞ്ഞിട്ടുള്ള നോളജ് എല്ലാം വെച്ചിട്ടല്ലേ അവർക്കും നമ്മളെ പോലെ ബിഹേവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ അവർക്ക് കയ്യിൽ കിട്ടുന്ന ടാസ്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് എന്തെങ്കിലും ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തന്നാലും ഇപ്പൊ പെട്ടെന്ന് എക്സാം ഇട്ടാല് നിങ്ങളോട് ഇപ്പൊ എന്ത് പറഞ്ഞാലും നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്യും. ഓരോരുത്തർക്കും എന്താ പറയാ ഒരു ടെൻഷൻ ഇല്ലാത്ത കുട്ടികളൊക്കെ പെട്ടെന്ന് ചെയ്യും. ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുമ്പോൾ അയ്യോ എന്താ പറയാ എന്താ ചെയ്യാന്നും പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നമൊക്കെ വരുത്തിയിട്ടൊക്കെ ചെയ്യും അല്ലേ. നമ്മുടെ മൂഡ് അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചുള്ള അറിവനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസ് അനുസരിച്ച് നമ്മൾ എന്ത് ടാസ്ക് കിട്ടിയാലും ചെയ്യും. അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങളുടെ ഡിഫറെന്റ് അപ്പൊ ഒരു കാര്യത്തെ കുറിച്ച് ചോദിച്ചാൽ എല്ലാവർക്കും ഒരേ അഭിപ്രായം ആവണമെന്നില്ല അല്ലെ. ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആർ ദെയർ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ യുവർ എക്സ്പീരിയൻസ് അല്ലേ. നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങളുടെ എക്സ്പീരിയൻസിനെ വെച്ച് അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഇൻഫർമേഷൻ നോളജിനെ വെച്ചിട്ടായിരിക്കും. isn't it? യെസ്. അപ്പോ മെഷീൻസിന് അങ്ങനെ ആക്ട് ചെയ്യണമെങ്കിലും അവർക്ക് ഇതേപോലെയുള്ള എക്സ്പീരിയൻസും നോളജും ഉണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ടാസ്ക് കിട്ടുവാണെങ്കിൽ അത് അതിന്റെ ബെസ്റ്റ് ലെവലിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, സ്ട്രോങ് AI mimics human functions such as sight and movement. നമ്മുടെ ഹ്യൂമൻ ബീങ്സിനെ നമ്മൾ ഒരാളെ കണ്ട് ഐഡന്റിഫൈ ചെയ്യുക, നമ്മൾ അവരെ വെൽക്കം ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സ്ട്രോങ് AI മെഷീൻസ് എല്ലാം നമ്മളുടെ പോലെ മിമിക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം അല്ലേ. അങ്ങനെയാണ് എന്താ പറയാ സ്ട്രോങ് AI മെഷീൻസിന്റെ ഒരു ഫീച്ചറായിട്ട് കണക്കാക്കുന്നത്. നമ്മുടെ മൂവ്മെന്റ്സും നമ്മുടെ കാര്യങ്ങളൊക്കെ എന്താ പറയാ ഹ്യൂമൻ ഫങ്ഷൻസിനെയൊക്കെ മിമിക് ചെയ്യുന്ന രീതിയിലാണ് സ്ട്രോങ് AI എനേബിൾഡ് മെഷീൻസിനെ അവര് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത് അല്ലേ. But it has a long way to go
ടു മാച്ച് ദ എബിലിറ്റീസ് ഓഫ് ഹ്യൂമൻ. പക്ഷെ നമ്മളുടെ എബിലിറ്റീസ് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു മെഷീനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ആൻ ഈസി ടാസ്ക് അല്ലേ? ആക്ച്വലി നമ്മളെ പോലെ അങ്ങനെ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെ പോലെ തന്നെ ഫങ്ഷൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും പറഞ്ഞാൽ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ ഹ്യൂമൻ ബീങ്സിനെ പോലെ തന്നെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടാക്കാന്ന് പറയുന്നത് നമ്മൾ പറയും ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. പക്ഷേ വി കനോട്ട് സേ ദാറ്റ്. ഇന്ന് ഈ കാലത്ത് ഓരോരുത്തരുടെയും ഇന്റലിജൻസ് ലെവൽ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ എന്നും നമുക്ക് പറയാം. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് കേട്ടിട്ടില്ലേ? ചിലപ്പോൾ പറയാൻ പറ്റില്ല, കുറച്ചുകൂടെ വർഷങ്ങൾ കഴിയുമ്പം നമ്മളുടെ രൂപമായിരിക്കില്ല, മീൻസ് എന്തിരനെ പോലെയും അല്ല, എന്നാലും ഉണ്ടല്ലോ അല്ലെ, ഏകദേശം നമ്മുടെ രൂപം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഫ്ലഷ് ബ്ലഡ് നമ്മളെ പോലെ ബ്രീത്ത് ചെയ്യേണ്ട ആവശ്യം അങ്ങനെയില്ല. അവർക്ക് ചാർജ് ചെയ്യല്ലേ വേണ്ടേ അല്ലെ? ഫുഡൊന്നും ആവശ്യമില്ല റോബോട്ട്സിനും മെഷീൻസിനൊന്നും. ദേ ഡോണ്ട് നീഡ് ഫുഡ്, എയർ, വാട്ടർ, എവറിത്തിങ്. ദേ നീഡ് ഓൺലി ഇലക്ട്രിക് ചാർജ് ചെയ്ത് വെക്കുകയല്ലേ വേണ്ടത്. അപ്പൊ അതൊന്നും ഇല്ലാന്നേ ഉണ്ടാവുള്ളൂ. മീൻസ് ഹ്യൂമൻ ബീങ്സിന്റെ ആ ഒരു കാര്യങ്ങൾ ഒഴികെ ബാക്കി ഇന്റലിജൻസ് ലെവലിലെല്ലാം ഹ്യൂമനെ പോലെ തന്നെ ഒരു റോബോട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് എത്ര കഷ്ടപ്പാടുള്ള കാര്യമാണ് അല്ലേ? പറയാൻ പറ്റില്ല. ചിലപ്പം മനുഷ്യന്മാർ അതിൽ സക്സീഡ് ചെയ്യാനും സാധ്യതയുണ്ട്. കാരണം നമ്മളെ എവിടെ നിന്ന് എവിടേക്ക് എത്തി എന്നുള്ള കാര്യം ഓർത്താൽ മതി. നിങ്ങൾ യു വിൽ ബി ലേണിംഗ് ദാറ്റ് ഇൻ ഹിസ്റ്ററി, റൈറ്റ്? വി വർ ഇൻ ദ ഫോറസ്റ്റ്. നമ്മുടെ പൂർവികര് ഫോറസ്റ്റിൽ വേട്ടയാടി നടന്നവരാണെന്നാണ് പറഞ്ഞല്ലേ ഹിസ്റ്ററിയിൽ പഠിച്ചത്. ബട്ട് വാട്ട് വി ആർ ഡൂയിങ് നൗ, നമ്മൾ നല്ല ടിപ്പ് ടോപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല വീട്ടിലൊക്കെ ഇരുന്ന് ഹൈടെക് ആയിട്ട് ഫോണിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ വളർന്നു വന്നിട്ടുണ്ട് അല്ലേ? ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ഹ്യൂജ് ചേഞ്ച്. അതിൽ നിന്ന് ഇതിലേക്ക് എത്ര ചേഞ്ച്. ക്യാൻ യു ഇമാജിൻ ലിവിങ് ഇൻ എ ഫോറസ്റ്റ് നൗ? നിങ്ങൾക്ക് അത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? യു ആർ ഗോയിങ് ടു ലിവ് ഇൻ എ ഫോറസ്റ്റ്? No. Well, there is a huge change happened in the case of technology wise ആണെങ്കിലും എല്ലാ കാര്യത്തിലും സിവിൽ എന്താ പറയാ നമ്മുടെ ഒരു കൾച്ചറിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ചില ഹ്യൂമൻ ബീങ്സ് തന്നെയാണ് ഈ ചേഞ്ചസ് കൊണ്ടുവന്നത് അല്ലേ? കുറെ കാര്യങ്ങൾ പഴയതെന്ന് തെറ്റ് തിരുത്തി അല്ലെങ്കിൽ റോങ് ആണെന്ന് തോന്നിയത് ഒരു റീപ്ലേസ് ചെയ്ത് ഡിസഡ്വാൻറ്റേജസ് എല്ലാം കവർ ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് നമ്മൾ വന്നു. പണ്ട് ഏത് ലാംഗ്വേജാ യൂസ് ചെയ്തതെന്ന് വി ഡോണ്ട് നോ. നൗ വി ആർ സ്പീക്കിംഗ് ഇംഗ്ലീഷ്, വി ആർ സ്പീക്കിംഗ് ഹിന്ദി. നമ്മൾ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്, നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അല്ലേ? പണ്ട് മീൻസ് ചില ആൾക്കാരെ നമ്മൾ ഓക്കെ വി ഹാവ് ഓൺലി 1 minute ലെഫ്റ്റ്, ക്ലാസ് എപ്പോൾ വേണേലും തീരാം. അതുപോലെ അപ്പൊ ആ ഒരു രീതിയിൽ ഹ്യൂമൻ ബീങ്സ് വളർന്നു വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇമ്പോസിബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളെ പോലെ തിങ്ക് ചെയ്യുന്ന നമ്മുടെ അതേ എബിലിറ്റീസ് ഉള്ള മെഷീൻസും ഭാവിയിൽ വരാം. പക്ഷെ അതിപ്പോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് ആ ടൈപ്പ് ഓഫ് മെഷീൻസ് ഏത് കാറ്റഗറിയിലാണ് വരിക? AGI, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസിലാണ് വരിക. ഓക്കെ, അപ്പൊ ഞാൻ 2 കാര്യങ്ങളിൽ നിന്ന് പഠിച്ചു. ഫസ്റ്റ് വാസ് ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ്, ANI, AGI. ജസ്റ്റ് റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഇതേക്കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കുക. ഇസ് ഇൻ ദാറ്റ് ഇൻട്രസ്റ്റിംഗ് അല്ലേ അത്? Okay.